എല്ലാവർക്കും നമസ്കാരം. ജൂൺ 15 തിങ്കളാഴ്ച അല്ലെങ്കിൽ മിഥുനമാസം 1-ാം തീയതി. അന്ന് കറുത്തവാവാണ്. മിഥുന രവി സംക്രമവും ഇതിനോടൊപ്പമാണ് നടക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കറുത്തവാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ വിശദമായി സംസാരിച്ചത്. എന്നാൽ ഈ വീഡിയോയിൽ രവി സംക്രമത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ അമാവാസിയാണ്, മിഥുന രവി സംക്രമമാണ്, അതോടൊപ്പം ജീവിതത്തിൽ ആദ്യമായി കോടീശ്വര യോഗം കൈവരാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ ഉണ്ടോ എന്ന് സശ്രദ്ധം കാതോർത്തിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ ഉറപ്പായിട്ടും സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് നടക്കുന്ന ആ മഹാഗ്രഹണ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അന്ന് മഹാസൂര്യപൂജ ചെയ്യുന്നുണ്ട്. അതായത് വിഷ്ണു സഹസ്രനാമം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ഏകദേശം 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സൂര്യപൂജയാണ് അന്ന് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ജ്യോതിഷശാസ്ത്ര പ്രകാരം ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് വെറും ഒരു നിഴൽ നാടകമല്ല. അത് പ്രപഞ്ചത്തിലെ ഊർജപ്രവാഹത്തെ ഒന്നാകെ മാറ്റിമറിക്കുന്ന ആ ഒരു പ്രതിഭാസവുമാണ്. പറയാൻ കാരണം, സൂര്യൻ എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്, ഊർജത്തിൻ്റെ ഉറവിടവുമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് സൂര്യൻ. അപ്പം അങ്ങനെയുള്ള സൂര്യദേവൻ മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ ഒരു വേളയിൽ വലിയൊരു ചേഞ്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു വ്യത്യാസങ്ങളാണ് ഈ ഗ്രഹണം അവർക്ക് സമ്മാനിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ആ ഒരു കറുത്ത് ഇരുട്ടിനെ മാറ്റിമറിച്ച് ഇവിടെ കോടീശ്വര യോഗത്തിൻ്റെ വലിയൊരു വെളിച്ചം ഭഗവാൻ കൊണ്ടുവരികയാണ്. അതായത് പ്രപഞ്ചശക്തി കൊണ്ടുവരികയാണ്. വലിയ കടബാധ്യതകൾ കൊണ്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടുന്നവർ, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും 1 രൂപ പോലും കയ്യിൽ സമ്പാദ്യമായി മിച്ചം വയ്ക്കാൻ കഴിയാത്തവർ, സ്വന്തമായ ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം എന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രയത്നിക്കുന്നവർ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവർ, ഇവർക്കെല്ലാം പ്രപഞ്ചം കാത്തുവെച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ കടന്നു വരുന്നത്. ഇനി ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയമാണ് അല്ലെങ്കിൽ ഒരു ഐശ്വര്യമാണ് കടന്നു വരുന്നത്. ഇനി ആ നക്ഷത്രങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിനു മുൻപ് ഈ ദിവസത്തിൻ്റെ ഗ്രഹസ്ഥിതികൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു തീവ്രതയും നിങ്ങളിൽ വരാൻ പോകുന്ന ആ ഒരു മാറ്റത്തിൻ്റെയും വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ മറ്റ് പ്രധാന ഗ്രഹങ്ങളുടെ ആ ഒരു ഭാവം കൂടി നമ്മൾ നോക്കണം. കർമ്മഫലദാതാവായിട്ടുള്ള ശനി ഭഗവാൻ മീനം രാശിയിൽ വക്രഗതി അല്ലാതെ ശക്തനായി നിലകൊള്ളുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് ഈ സമയത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് മിഥുനം രാശിയിൽ വെച്ച് സൂര്യനും ചന്ദ്രനും രാഹു കേതുക്കളുടെ ആ ഒരു സ്വാധീന വലയത്തിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ അപൂർവമായ മാറ്റം കാരണം പ്രപഞ്ചത്തിൽ, അതായത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചില നക്ഷത്രക്കാരുടെ തലവര തന്നെ ഇവിടെ തിരുത്തി കുറിക്കാൻ പോവുകയാണ്. ഇനി ഈ ഗ്രഹണ നിമിത്തം ജീവിതത്തിൽ കോടീശ്വര യോഗത്തിലേക്ക് വഴി തുറക്കുന്ന ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യമായി ഇതിലേക്ക് വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. ശുക്രൻ്റെ സ്വാധീനമുള്ള ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണം വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിനാണ് വഴി തുറക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഈ ഗ്രഹണത്തോടെ ഒരു ശാശ്വത പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാകും. വിദേശത്തു നിന്നും അപ്രതീക്ഷിതമായി വലിയ ധനലാഭം നിങ്ങളെ തേടിയെത്തും. തൊഴിൽ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. ലോട്ടറി, ചിട്ടി തുടങ്ങിയ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനും ഈ ഗ്രഹണം ഒരു കാരണമായേക്കും. അതിന് രണ്ടാമതായി വരുന്നത് സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള കാർത്തിക നക്ഷത്രം. സൂര്യഗ്രഹണം നിങ്ങളുടെ നാഥനായിട്ടുള്ള സൂര്യനാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് വലിയൊരു ഭാഗ്യോദയത്തിൻ്റെ ആ ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ രാശിനാഥൻ്റെ മാറ്റം നിങ്ങളെ കർമ്മരംഗത്ത് ഒന്നാമതെത്തിക്കും. തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇതിലെ യുവാക്കൾക്ക്
യുവതികൾക്കും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ഒരു ഉത്തമമായ ജോലി ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധമായിട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ജനസമ്മതിയും നിങ്ങളെ തേടിയെത്തും. ധനപരമായി നിങ്ങൾ വിചാരിക്കുന്നതിനും വലിയ ഉയരങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്തിച്ചേരും. അതിന് മൂന്നാമതായി നമ്മൾ പറയുന്ന ഭാഗ്യനക്ഷത്രം പുണർതം നക്ഷത്രം. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഈ മിഥുന രവി സംക്രമം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാനാകാത്ത വലിയ സൗഭാഗ്യങ്ങൾ ഉറപ്പായിട്ടും സമ്മാനിക്കും. കടങ്ങൾ കാരണം വീട് മാറി അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശം മാറി നിൽക്കേണ്ടി വന്നവർക്കോ അല്ലെങ്കിൽ ജപ്തി ഭീഷണി നേരിടുന്നവർക്കോ ഈ സമയത്തിന് ശേഷം വലിയൊരു ആശ്വാസമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കടങ്ങളെല്ലാം വീട്ടി നിങ്ങൾക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള പണം ഈ പ്രപഞ്ചത്തിൽ ഈ മാറ്റം മുഖേന നിങ്ങളുടെ മുൻപിൽ ഉറപ്പായിട്ടും എത്തിച്ചേരും. സ്വർണം, ഭൂമി എന്നിവ വാങ്ങാൻ ഉറപ്പായിട്ടും സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടുന്ന ഒരു സമയമാണ്. അതിന് നാലാമതായി വരുന്നത് ബുധൻ്റെ നക്ഷത്രമായിട്ടുള്ള ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണത്തിന് ശേഷം ബുദ്ധിപരമായ നിങ്ങളുടെ ആ ഒരു നീക്കത്തിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇരട്ടി ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധിക്കും. മുൻപ് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ട് അത് അവർ തിരിച്ച് തന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ആ പണം നിങ്ങൾ ഇനി അങ്ങോട്ട് നടന്നു എന്ന് അവരോട് ചോദിക്കാതെ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുത്തരും. നിങ്ങളുടെ കാര്യപ്രാപ്തി കൊണ്ട് നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാകുന്നൊരവസ്ഥയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനി അഞ്ചാമതായി വരുന്നത് പിതൃക്കളുടെ അനുഗ്രഹമുള്ള മകൻ നക്ഷത്രക്കാരാണ്. കേതുവിൻ്റെ സ്വാധീനമുള്ള മകൻ നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണ സമയം വലിയൊരു വഴിത്തിരിവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം സൂര്യപ്രകാശമേറ്റ ആ ഒരു മഞ്ഞുതുള്ളി എന്ന പോലെ ഉരുകിത്തീരും. രാഷ്ട്രീയ രംഗത്തോ കലാരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പദവികൾ ലഭിക്കും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിസയും മറ്റു രേഖകളും ശരിയായി കിട്ടും. വലിയൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലാഭമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്ന ഒരു സമയവുമാണ്. ഇനി അടുത്തത് ഈ പട്ടികയിലെ ആറാമത്തെ നക്ഷത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് സൂര്യൻ്റെ മറ്റൊരു നക്ഷത്രമായ ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സൂര്യഗ്രഹണം വലിയൊരു കോടീശ്വര യോഗമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ പങ്കാളിത്ത ബിസിനസ്സിലോ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ പിണക്കങ്ങളും മാറി നല്ല ഒത്തൊരുമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും. പങ്കാളിയുടെ പേരിൽ വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. പുതിയ വീട് വയ്ക്കാനുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം ഈ സമയത്ത് യാഥാർത്ഥ്യമാകും. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനും ഇതിനോടൊപ്പം യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾ അർഹിച്ചതിലും വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഏഴാമതായി വരുന്നത് ചൊവ്വയുടെ ചൈതന്യമുള്ള ചിത്തിര നക്ഷത്രമാണ്. ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണ സമയം ധീരമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെ വലിയ സാമ്പത്തിക വിജയം നേടാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വലിയ ലാഭം ഉറപ്പായിട്ടും ലഭിക്കും. പുതിയ ഭൂമിയോ വീടോ വാങ്ങാനുള്ള അവസരങ്ങൾ 2 or 3 തവണ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഉദ്യോഗസ്ഥരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവോടുകൂടിയുള്ള പ്രമോഷനും ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ തല കുനിക്കുന്ന ആ ഒരു അവസ്ഥയും ഈ സൂര്യഗ്രഹണത്തിന് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രവുമല്ല സാമ്പത്തികമായി നിങ്ങൾ വലിയൊരു ഭദ്രത കൈവരിക്കുന്ന ആ ഒരു സമയവുമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. ഇനി എട്ടാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമായ ചോതി നക്ഷത്രമാണ്. കുംഭത്തിലെ രാഹുവിൻ്റെ അനുകൂല സ്ഥാനവും ഈ മിഥുന രവി സംക്രമവും നിങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള ധനലാഭത്തിന് ഉറപ്പായിട്ടും കാരണമാകും. ഇതിൽ പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ ഒക്കെ ഓൾറെഡി വലിയ രീതിയിൽ നടത്തുന്നവർക്കാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ നടത്തുന്നവർക്കാണെങ്കിലും ശരി, വിചാരിക്കാത്ത വലിയ ലാഭമാണ് ഈ സമയത്ത് കരസ്ഥമാക്കാൻ സാധിക്കുക. വിദേശത്ത് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും സാധിക്കും.
ലക്ഷ്മി ഭഗവതിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഈ കർത്തവാവിന് ശേഷവും അതുപോലെ തന്നെ ഈ ഗ്രഹണം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ മേൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിന് ഈ പട്ടികയിൽ 9ാമത്തെയും അവസാനത്തേതുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രം. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യകാലത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും നിങ്ങൾ ഉന്നത വിജയം നേടും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സൂര്യഗ്രഹണത്തിന് ശേഷം നിരവധി തവണ കേൾക്കാൻ സാധിക്കും. ഇതിൽ പ്രത്യേകിച്ചും ഈ സഞ്ചിത നിധിയോ അല്ലെങ്കിൽ പൂർവിക സ്വത്തോ സമ്പത്തോ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാനുള്ള യോഗം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വലിയൊരു തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ തക്കവണ്ണം സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്ക് സംജാതമായിരിക്കുന്നത്. അതിന് മുൻകരുതലുകളും പരിഹാര മാർഗങ്ങളും എങ്ങനെയൊക്കെയാണ് എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും കോടീശ്വര യോഗമുണ്ട് എന്ന് കരുതി നിങ്ങൾ മടിയന്മാരായി വീട്ടിലിരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജ്യോതിഷത്തിൽ പറയുന്ന അനുകൂല ഊർജത്തെ നിങ്ങളിലേക്ക് ആവാഹിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രപഞ്ചത്തിൽ വലിയ രാഹുകേതു സ്വാധീനമുള്ള ആ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് അത്യുത്തമമായിരിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഗ്രഹണ സമയങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഓം സൂര്യായ നമഃ, ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ എന്നീ നാമങ്ങൾ ജപിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഊർജ്ജം തള്ളിക്കളഞ്ഞ് പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ ഉറപ്പായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നടത്താം. ഈ ദിവസം പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വിശന്നു വലഞ്ഞു വന്നവർക്കോ ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരട്ടി ഗുണത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.